യൂറോപ്യൻ ലീഗ് മത്സരങ്ങൾ ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ട്രാൻസ്ഫർ വിൻഡോ ചൂട് പിടിച്ചു വരുന്നു. വമ്പൻ ഡീലുകളും ലാസ്റ്റ് മിനിറ്റ് ഹൈജാക്കും നടത്തി ക്ലബ്ബുകൾ അവരുടെ സ്ക്വാഡ് മെച്ചപ്പെടുത്താനുള്ള തിരക്കിലാണ്. വിനീഷ്യസ് ജൂനിയർ റയലിൽ തുടരുമോ? പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ബ്രസീലിയൻ സൂപ്പർ താരത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നു. വിങ്ങർമാരെ തിരഞ്ഞ് ലിവർപൂളും ആഴ്സണലും. ഗോൾ കീപ്പർമാരിൽ ആശങ്ക പ്രകടിപ്പിച്ച് ചെൽസി. ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ പൊസിഷനുകൾ ഫിൽ ചെയ്യണം? പ്രീമിയർ ലീഗിലെ പുതിയ ട്രാൻസ്ഫർ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്ന് തുടങ്ങാം. വിനീഷ്യസ് ജൂനിയർ ടു ആഴ്സണൽ. പ്രമുഖ ഇംഗ്ലീഷ് ട്രാൻസ്ഫർ സ്പെഷ്യലിസ്റ്റായ ഡേവിഡ് ഓൺസ്റ്റനാണ് ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടത്. തുടർന്ന് മുൻനിര വാർത്താ ചാനലുകളും ഇത് ഏറ്റെടുത്ത് കണ്ടു. മോർഗൻ റോജേഴ്സിനെ ചെൽസിയിലേക്ക് നഷ്ടപ്പെട്ട ഗണ്ണേഴ്സ് ഇങ്ങനെയൊരു ബിഗ് ടാർഗറ്റിലേക്ക് പോകുമെന്ന് ആരും കരുതിയില്ല. എന്നാൽ വിനീഷ്യസ് തന്റെ റയലിലെ കരാർ പുതുക്കിയില്ലെങ്കിൽ മാത്രമാണ് ആഴ്സണലിന് അവിടെ എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ. നിലവിൽ 12 മാസത്തിൽ കുറവാണ് താരത്തിന്റെ റയൽ കരാറിൽ ബാക്കിയുള്ളത്. ആഴ്സണലിന്റെ ബോർഡ് തലത്തിൽ മാത്രമാണ് ചർച്ചകൾ നടക്കുന്നത്. ട്രൊസാർഡിന് പകരം ഗ്രീക്ക് താരം ക്രിസ്റ്റഫ് സോളിസിനെ എത്തിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ഒരു വിങ്ങറിനെ കൂടി ആഴ്സണൽ ലക്ഷ്യമിടുന്നുണ്ട്. ചാമ്പ്യന്മാരുടെ മധ്യനിരയിലേക്ക് ന്യൂക്കാസിൽ നിന്ന് ബ്രൂണോ ഗുമാരസിനെ കൂടി എത്തിക്കുന്നുണ്ടെന്നാണ് മറ്റൊരു വാർത്ത. ആ ഡീൽ ഏതാനും ദിവസങ്ങൾക്കകം പൂർത്തിയായേക്കും. ഗുമാരസിന്റെ വരവോടെ ഡെക്ലാൻ റൈസിന്റെ വർക്ക് ലോഡ് കുറയ്ക്കാനാണ് ഗണ്ണേഴ്സിന്റെ പ്ലാൻ. സ്കൈ സ്പോർട്സ് ജേർണലിസ്റ്റ് ധർമേഷ് സേത്ത് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ജൂലിയൻ അൽവാരസിൽ ഗണ്ണേഴ്സിന് ഇപ്പോഴും താല്പര്യമുണ്ട്. അർജന്റീൻ താരത്തിന്റെ ലക്ഷ്യം ബാഴ്സിയാണെങ്കിലും അവസരം കിട്ടിയാൽ ആർട്ടേറ്റ അൽവാരസിനെയും എത്തിക്കും. മറ്റൊരു സുപ്രധാന റൂമറും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ആഴ്സണലിന് മുമ്പ് ലിവർപൂളിലേക്ക് വിനീഷ്യസിനെ ഓഫർ ചെയ്തിരുന്നു. താരത്തിന്റെ ഏജന്റ് മുഖേനയാണ് ആ ഓഫർ വന്നതെന്നും ലിവർപൂൾ അതിൽ താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റൈറ്റ് വിങ്ങർമാരാണ് ലിവർപൂളിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. മുഹമ്മദ് സലാഹിന്റെ വിടവ് നികത്തുക എന്നത് അത്ര എളുപ്പമല്ലെങ്കിലും നല്ലൊരു റൈറ്റ് വിങ്ങറെ കണ്ടെത്തുക ലിവർപൂളിന് നിർബന്ധമാണ്. കഴിഞ്ഞ ദിവസം പരിശീലകൻ ഇറയോളയും അത് സമ്മതിച്ചു. യാൻ ഡിയമണ്ടെ ഓൾറെഡി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ബ്രാഡ്ലി ബാർക്കോളയാണ് ലിവർപൂൾ മുന്നിലുള്ള പ്രധാന ടാർഗറ്റ്. ലോകകപ്പിൽ ഫ്രഞ്ച് ടീം അംഗമായിരുന്ന മാഗ്നസ് അക്ലിയോഷും റെഡ്സിന്റെ റഡാറിലുണ്ട്. 24 വയസ്സുകാരന് 40 മുതൽ 50 മില്യൺ പൗണ്ട്സ് വരെയാണ് മൊണാക്കോ ആവശ്യപ്പെടുന്നത്. എന്നാൽ അക്ലിയോഷും PSG ട്രാൻസ്ഫർ ലിസ്റ്റിലുണ്ട്. ഡിയമണ്ടയെ റയലിലേക്ക് നഷ്ടപ്പെട്ടാൽ PSG ഉടനടി കളം മാറ്റി ചവിട്ടും. വിങ്ങിൽ മറ്റൊരു ഓപ്ഷനായി വിക്ടർ മുഞ്ഞോസും ടീമിലുണ്ട്. മുന്നേറ്റത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ലിവർപൂളിനെ കഴിഞ്ഞ സീസണിൽ ശരിക്കും ചതിച്ചത് ഡിഫൻസാണ്. അവിടേക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ള താരം വന്നിട്ടില്ല എന്നത് ഇപ്പോഴും ആശങ്കയായി തുടരുന്നു. കൊനാട്ടോയുടെ സ്ഥാനത്തേക്ക് ഫ്രഞ്ച് യുവതാരം ജെറേമി ജാക്കയും പരിക്കുമാറി ജിയോവാനി ലിയോണിയും വരുന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസിന് വലിയൊരു പ്രശ്നമായേക്കും. വിർഗിൽ വാൻഡൈക്ക് കഴിഞ്ഞാൽ ജോ ഗോമസ് മാത്രമാണ് ഇറയോളയ്ക്ക് എക്സ്പീരിയൻസ് സെൻറ്റർ ബാക്ക് ഓപ്ഷനായിട്ടുള്ളത്. ഗോമസ് ആണെങ്കിൽ ആദ്യ സൗഹൃദ മത്സരത്തിൽ പരിക്കേറ്റ് പുറത്താവുകയും ചെയ്തു. പ്രീമിയർ ലീഗിൽ കളിച്ച് പരിചയമുള്ള ഒരു സെൻറ്റർ ബാക്കിനെ ലിവർപൂൾ എത്തിക്കേണ്ടത് അനിവാര്യമാണ്. മുൻ ബോൺമത്ത് താരം ഇലിയ സബാർണിയും ടോട്ടനത്തിന്റെ സെൻറ്റർ ബാക്ക് മിക്കി വാൻഡവനുമാണ് ലിവർപൂളിന്റെ ടാർഗറ്റ് ലിസ്റ്റിലുള്ളത്. ചെൽസി ആണെങ്കിൽ പതിവ് പോലെ എല്ലാ പൊസിഷനിലേക്കും കൃത്യമായി താരങ്ങളെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ 2022 ശേഷം ആദ്യമായാണ് ചെൽസി ഒരു 26 വയസ്സോ അതിനു മുകളിലുള്ള താരത്തെ ടീമിലെത്തിക്കുന്നത്. ക്രിസ്റ്റൽ പാലസിൽ നിന്ന് എത്തിച്ച ഫ്രഞ്ച് ഡിഫൻഡർ മാക്സിൻ ലാക്രോയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യുവതാരങ്ങളെ മാത്രം കൊണ്ടുവരുന്ന ചെൽസിയുടെ പോളിസിയിൽ നിന്ന് സാബി അലോൺസോ കൊണ്ടുവന്ന വലിയൊരു ചേഞ്ചാണ് ഇവിടെ കാണാനുള്ളത്. മാത്രമല്ല കൊണ്ടുവന്ന താരങ്ങളെ നോക്കിയാൽ മോർഗൻ റോജേഴ്സ്, എമേഗ, മാർക്കോ പെലേസ്ട്ര, ലാക്വ എല്ലാവരും 6 അടിക്ക് മുകളിൽ ഉയരമുള്ളവരാണ്. പ്രീമിയർ ലീഗിലെ ഫിസിക്കാലിറ്റിയെ നേരിടാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. 19 വയസ്സുകാരൻ ജിയോവാനി കൊണ്ടയും റൈറ്റ് വിങ്ങിൽ ഒരു ബാക്കപ്പ് ഓപ്ഷനാണ്. അർദ ഗുലേറുമായി സാബി ചർച്ചകൾ നടത്തിയെന്നും റൂമറുകളുണ്ട്. കഴിഞ്ഞ സീസണിൽ ചെൽസിയെ വലച്ച വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഗോൾ കീപ്പർമാരുടെ പെർഫോമൻസ്. എന്നാൽ പ്രീ സീസൺ കഴിയാതെ സാബി അതിലൊരു തീരുമാനമെടുക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ടീലമെൻസിനും ആന്ദ്രെ സാന്റോസിനും ശേഷം വീണ്ടും മധ്യനിര തന്നെ സ്ട്രോങ് ആക്കാനാണ് യുണൈറ്റഡ് ലക്ഷ്യമിടുന്നത്. മാഡ്രിഡിന്റെ ചോമിനി, ബ്രൈറ്റന്റെ കാർലോസ് ബലേബ, റോമയുടെ മാനു കോണെ എന്നിവരാണ് ടാർഗറ്റുകളായി കേൾക്കുന്നത്. റോഡ്രി വരികയാണെങ്കിൽ ചൗമിനി പോയാലും കുഴപ്പമില്ല എന്നാണ് മൗറീനോയുടെ തീരുമാനം. അതുകൊണ്ട് യുണൈറ്റഡിന് ഒരു സാധ്യതയുണ്ട്. എലിയറ്റ് ആൻഡേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും റോഡ്രി പോകുകയാണെങ്കിൽ സിറ്റി മധ്യനിരയിൽ വീണ്ടും കാര്യമായ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ബ്രസീലിയൻ വിങ്ങർ സാബിനിയോയും ടീം വിടാനുള്ള സാധ്യതകളുണ്ട്. മറുഭാഗത്ത് ടോട്ടനം 6 താരങ്ങളെയാണ് ഇതുവരെ എത്തിച്ചത്. അതിൽ പ്രീമിയർ ലീഗ് പ്രൂവൻ താരങ്ങളായ സാൻഡ്രോ ടൊണാലി, മാർക്കോ സെനേസി, മത്തേസ് ഫെർണാണ്ടസ്, ജീൻ പോൾ വാൻഹേക്ക് എന്നിവർ നേരിട്ട് ആദ്യ 11ലേക്ക് വരാൻ പോകുന്നവരാണ്. ജെയിംസ് മാഡിസണും പരിക്കുമാറി കുലിസേവ്സ്കിയും എത്തിയാൽ പുതിയ സൈനിങ്സ് പോലെ തന്നെയാണ് അവരുടെ ഇഫക്റ്റും ഉണ്ടാകുക. ആസ്റ്റൺ വില്ലയും ന്യൂകാസിലും കാര്യമായി തന്നെ യുവതാരങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ലോകകപ്പിലെ കണ്ടെത്തലായ മാൻസാമ്പി എത്തിച്ചാണ് വില്ല ശ്രദ്ധേയമായത്. എന്നാൽ 20-കാരൻ അൽഹാജ് മാംബയാണ് ന്യൂകാസിലിൻ്റെ കണ്ടെത്തൽ. സെപ്റ്റംബർ 1 വരെ ഇംഗ്ലണ്ടിൽ ട്രാൻസ്ഫർ വിൻഡോ തുറന്നു തന്നെയായിരിക്കും. ഇനിയും 1 മാസം ബാക്കിയുണ്ട്. അതിനുള്ളിൽ ലീഗ് മത്സരങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ക്ലബ്ബുകൾ അവരുടെ ടീമുകൾ റെഡിയാക്കാനുള്ള തിരക്കിലാണ്. വരും ദിവസങ്ങളിൽ ഇനിയും കൂടുമാറ്റങ്ങൾ ഉണ്ടാകും. ആരുടെ പെർഫോമൻസിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ഏത് താരമാണ് ഇനി നിങ്ങളുടെ ടീം സൈൻ ചെയ്യേണ്ടത്? കമൻറ്റ് ചെയ്യൂ.